പലതരം ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ കൊൽക്കത്ത ബിരിയാണി ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് കൊൽക്കത്ത ദം ബിരിയാണിയുടെ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മളുടെ ബാംഗ്ലൂർ ഹൗസ് റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. അവിടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊൽക്കത്ത ബിരിയാണി. ഈ കൊൽക്കത്ത ബിരിയാണിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പൊട്ടറ്റോ ശരിക്കും ഇതൊരു ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ദം ചെയ്തെടുക്കണതെന്ന് തോന്നുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു. അതിൻ്റെ ഒരു കളർഫുൾനെസ് കാണാം. ഏകദേശം നമുക്ക് കണ്ടില്ലേ ആ ഒരു പൊട്ടറ്റോൻ്റെ ഒരു സൈസും അതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ പൊട്ടറ്റോ. അത് തന്നെ ചിക്കനൊക്കെ ആണെങ്കിലും മസാല അത് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഒത്തിരി മസാല ഒന്നുമില്ല, എന്നാലും കുറച്ച് ഡ്രൈ ആണ് ബിരിയാണി. ഹൈദരാബാദി സ്റ്റൈൽ പോലെ തോന്നുമെങ്കിലും അതുപോലെയല്ല, സ്പൈസിൽ ഡിഫറൻസ് ഉണ്ട്. അതിന് ആംബിയൻസ് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ഓൾറെഡി വന്നതാണ്. ഇത് നമ്മളൊരു റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആയതുകൊണ്ടാണ്. ഇത് അധികം കഴിച്ചിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു കൊൽക്കത്ത ബിരിയാണി, അതുകൊണ്ടാണ്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നല്ലൊരു പ്രൈസിലാണ് നമുക്കത് കിട്ടുന്നത്. പിന്നെ അവിടുത്തെ ആളുകളുടെ ഒരു നല്ല സർവീസാണ്. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. ഔട്ട്ഡോർ ആണെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണത്. വളരെ ഒരു മോഡറേറ്റ് റേറ്റിൽ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഫുഡ്. അതുപോലെ തന്നെ മറ്റ് ചൈനീസ് ഡിഷസും ഇവിടെയുണ്ട്. അനേക്കൽ റോഡാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ബൈ.